ഒരുപാട് പാമ്പുകളുണ്ട്, അതാ. വരൂ. ചക്കാട്ടമ്മേ, ചക്കാട്ടമ്മേ. ഓ, എന്ത് പറ്റി സുശീല? ആ കുര്യച്ചന്റെ ആൾക്കാർ തല്ലി ചതച്ചതാ. അയ്യോ, എന്റെ ചക്കാട്ടമ്മേ, എന്റെ ഭഗവതി. അയ്യോ, ഓ, നെല്ലും പതിരും തിരിക്കണ പോലത്തെ അടിയായി പോയി. ആ കുര്യച്ചനെ വെറുതെ വിടരുത്. എന്നാ കാര്യത്തിനാ? ഇവന് തോന്നിയാസത്തിന് പോയി കൊണ്ടതല്ലേ? അവളുടെ വാക്കും കേട്ടിച്ച് നമ്മളെ പറഞ്ഞു വിട്ടപ്പോഴും വിചാരിച്ചതാ കൊട്ടക്കണക്കിന് വാങ്ങിച്ചുകൊണ്ടിരാനുള്ള പോക്കായിരിക്കും. മേടിച്ചോണ്ട് വന്നിട്ട് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? ചുമന്നോണ്ട് വരാൻ കുറെ ആൾക്കാരും. ഇറങ്ങി പോടാ. വാടാ. മോനെ, നിനക്കൊന്നും വയ്യെങ്കിൽ വേണ്ടടാ. പക്ഷെ ഞങ്ങൾക്ക് ഇതൊന്നും കണ്ടോണ്ടിരിക്കാൻ വയ്യ. ഇന്ന് രാത്രി കുര്യച്ചനെ ഞങ്ങൾ തല്ലിയിരിക്കും. അതെ, ഗോവനെ തൊട്ടാ ചോദിക്കാനും പറയാനും ആളുണ്ടത് അവൻ ഇന്നറിയും. ചെല്ലടാ, നീയൊക്കെ പോയ ഉണ്ടാക്ക്. എടാ ഗോപ, ഇന്ന് രാത്രി കൊണ്ട് നീ ഒരു തീരുമാനം എടുക്കണം. കണ്ണീ ചൊരയില്ലാത്ത ഇവന്മാർക്ക് വേണ്ടി ജീവിക്കണോ അതോ നിനക്ക് വേണ്ടി ജീവിക്കണോ എന്ന്. വന്നേക്കുന്നു. അവന് വിടാനോ പറഞ്ഞ? എന്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാതെ ഇതുവരെ നിങ്ങൾ എന്തെങ്കിലും എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ? ഇന്ന് എന്നെ കൈ കാശ് കിട്ടിയപ്പോ നിങ്ങൾക്ക് എളുപ്പം ഷാപ്പിലെത്തണം. അതിനുവേണ്ടിയില്ല അവളോട് മോശമായിട്ട് പെരുമാറിയത്. എന്നിട്ട് നിന്ന് ന്യായം പറയുന്നു. നിങ്ങൾക്ക് വേണ്ടത് ഒരു അനിയനെയല്ല, കൈ നീട്ടുമ്പോ കാശ് തരാനും അല്ലാത്തപ്പോ കട്ടുകൊണ്ട് പോകാനും കൈയും കഴുകി വന്നിരിക്കുമ്പോ ഭക്ഷണം തരാനും ഒരാള്. കൂടപ്പിറപ്പുകൾക്കില്ലാത്ത ചൂടൊന്നും നാട്ടുകാർക്ക് ആർക്കും വേണ്ട. സുശീലിനും ചന്ദ്രനും ചെല്ല്. കുര്യച്ചനുമായിട്ടുള്ള കണക്ക് ഞാൻ തന്നെ തീർത്തോളാം. ചേട്ടന്മാര് തല്ലുകൊണ്ട് ചാവാനാണ് അവന്റെ വിധി. എന്താ വേണ്ടേ? നീ അടിച്ചിടോ
ചക്കക്കൂട്ടം ശരിക്കൊന്ന് ചവിട്ടിക്കുട്ടിയാ പിന്നെ പെറുക്കിയെടുക്കാൻ നിന്റെ ചുള പോലും കാണത്തില്ല കേട്ടോടാ. മുതലാളി മുതലാളി എന്തെങ്കിലും പറ്റിയോ മുതലാളി? ഇതുവരെ എവിടെ ആയിരുന്നു? ഞങ്ങൾ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു.